വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതാറുള്ള ഒരു ഓതറാണ് സദത് ഹസൻ മാൻഡോ. അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഇറ്റ് എന്ന വർക്കാണ് ഇത് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു ഉറുദു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു മാൻഡോ. 1947 ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ സമയത്തുള്ള അവിടെ ഉണ്ടായിരുന്ന ക്രൂരതകളും മനുഷ്യത്വമില്ലായ്മകളൊക്കെ തുറന്നെഴുതിയിരുന്ന ഒരു റൈറ്ററായിരുന്നു ഇദ്ദേഹം. സൊസൈറ്റിയിലെ ഡാർക്ക് സൈഡും അതുപോലെ തന്നെ മൈനോറിറ്റി സെക്ഷൻസ് അനുഭവിക്കുന്ന ചലഞ്ചസുമൊക്കെയാണ് ഇദ്ദേഹം കഥകളിലൂടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഓപ്പൺ ഇറ്റ് എന്നത് ഒരു ട്രാൻസ്ലേറ്റഡ് വർക്കാണ്. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വരുന്നത് ഉറുദു ലാംഗ്വേജിലാണ്. അതിൽ ഖോൽദോ എന്നാണ് അതിൻ്റെ ഒറിജിനൽ വർക്ക്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അതിനു മുന്നേ വെൽക്കം ടു മൈ ചാനൽ, കീപ്പ് ഇറ്റ് സിമ്പിൾ. ഇനി ഓപ്പൺ ഇറ്റ് എന്ന സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത് 1947 പാർട്ടീഷൻ ഓഫ് ഇന്ത്യ പാകിസ്ഥാനെ കുറിച്ചിട്ടാണ്. പാർട്ടീഷൻ സമയത്തെ കാര്യങ്ങളാണ്. അമൃത്സറിൽ നിന്നും ലാഹോറിലേക്ക് പലായനം ചെയ്തിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥ പറയുന്നത്. ആ സമയത്തെ വിമൻ ഫേസ് ചെയ്യുന്ന ഹൊറർ ലൈഫും അവരെ ഹ്യൂമാനിറ്റി തകരുന്നതും അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസുമൊക്കെ ആണ് ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് സ്റ്റോറിക്ക് കിടക്കാം. സ്റ്റോറി എങ്ങനെയാണ് തുടങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാഹോറിലെ പലായനം ചെയ്യപ്പെട്ട സിറാജുദ്ദീൻ എന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഒരു നമ്മുടെ ക്യാമ്പ് ഉണ്ടാവുമല്ലോ, ക്യാമ്പിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ബോധം വരുന്നത്. ബോധം വന്നപ്പോൾ സിറാജുദ്ദീൻ തിരയുന്നത് തൻ്റെ ഏക മകളായിട്ടുള്ള സക്കീനയെയാണ്. അവളെ കാണുവാനില്ല. ഈ ഒരു ഖവോസിൻ്റെ ഒക്കെ ഇടയിൽ കറക്റ്റായിട്ട് എവിടെ വെച്ചിട്ടാണ് മോളെ മിസ്സിങ് ആയത് എന്നുള്ളത് അയാൾക്ക് പറയാൻ കഴിയണില്ല. തൻ്റെ ഭാര്യേനെ ബ്രൂട്ടലായിട്ട് മർഡർ കണ്ടതിന് ശേഷം അദ്ദേഹം ഭയങ്കര ട്രൊമാറ്റിക് ആയി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മെമ്മറി ലോസ് ഉണ്ടാവുന്നുണ്ട്. അയാൾക്ക് ആകെ കുറച്ച് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് മാത്രമേ ഓർമ്മയുള്ളൂ. അത് ഈ മോളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവളുടെ ദുപ്പട്ടയാണ് അയാളുടെ കയ്യിൽ ഏക ഒരു സൂക്ഷിപ്പ് എന്ന് പറയുന്നത് ഈ ദുപ്പട്ട മാത്രമാണ്. ഈ ദുപ്പട്ട ഇവിടെ ഒരു സിംബോളിസം ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സ്റ്റോറിയിൽ. ഇങ്ങനെ മകളെ കണ്ടെത്താൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അഭയാർത്ഥി ക്യാമ്പിൽ അഭ്യർത്ഥിച്ചിട്ട് ഇയാൾ ആ ക്യാമ്പിലുള്ള ഒരു 8 മെൻ വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് തൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് മോളുടെ അവിടെ ഐഡൻറ്റിറ്റി മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അടയാളമൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. വോളണ്ടിയേഴ്സ് ക്യാമ്പിൽ വരുന്നത് കണ്ടിട്ട് സിറാജുദ്ദീൻ മോളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് തിരക്കി. അവർ പറഞ്ഞു അവളെ കണ്ടു കിട്ടിയിട്ടുണ്ട്, ഉടനെ തന്നെ ഇയാളുടെ അരികിലേക്ക് എത്തിക്കാം എന്നുള്ളത് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. യഥാർത്ഥത്തിൽ ആ വോളണ്ടിയേഴ്സിന് കുറച്ച് മുന്നേ തന്നെ ഈ സക്കീന എന്ന് പറഞ്ഞിട്ടുള്ള മോളെ അവർ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളായിട്ട് ആ മോളെ ഒരു റൂമിൽ ലോക്ക് ചെയ്തിട്ടിട്ട് അവർ ദിവസങ്ങളോളം റേപ്പ് ചെയ്യായിരുന്നു, ബ്രൂട്ടലി അബ്യൂസ് ചെയ്യായിരുന്നു. ഒരു ഈവനിങ്ങിൽ ഇതേപോലെ ഒരു പെൺകുട്ടീനെ സ്ട്രക്ചറിൽ മെഡിക്കൽ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് സിറാജുദ്ദീൻ കണ്ടത്. അപ്പോൾ സിറാജുദ്ദീൻ എന്ത് ചെയ്തു, അയാളുടെ ആ ഒരു സ്ട്രക്ചറിന് പിന്നാലെ ക്യാമ്പിലേക്ക് നടക്കുകയാണ്. അവിടെ വെച്ചിട്ട് പിന്നീട് ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ട് തൻ്റെ മോളാണ് അത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പോൾ ഡോക്ടർമാർ അവളെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ റൂം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ സിറാജുദ്ദീൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട് വിൻഡോസ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ സിറാജുദ്ദീൻ വിൻഡോസ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ആ റൂമിലേക്ക് വെളിച്ചം എത്തുമ്പോൾ തന്നെ അവൾ പതുക്കെ അവളുടെ കൈകൾ ഇങ്ങനെ ചലിക്കുകയാണ്. അപ്പോൾ ഈ വിൻഡോസ് തുറക്കാൻ വേണ്ടിയിട്ട് സിറാജുദ്ദീൻ്റെ അടുത്ത് ഡോക്ടർ ഓപ്പൺ ഇറ്റ് എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവള് പെട്ടെന്ന് ഇവക്കൊരു ബോധം വന്ന് ഇവളെ കൈകൾ അനങ്ങാൻ തുടങ്ങി. ഇവള് പെട്ടെന്ന് ഇവളുടെ സൽവാറിൻ്റെ വള്ളി എടുത്തിട്ട് താഴത്തേക്ക് വലിക്കുകയാണ്. അവൾ ആ ഒരു വലിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നേരിട്ട് ആ ക്രൂരതകളുടെയൊക്കെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു സെൻസ് കണ്ടിട്ടാണ് അവളങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് പിതാവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം അയാൾ ഓൾറെഡി കുറച്ച് ട്രോമാറ്റിക് ആണ് സിറാജുദ്ദീന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആകെ സന്തോഷിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതും മകളെ തിരിച്ച് കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് സിറാജുദ്ദീൻ ഇരിക്കുന്നത്. എന്നാൽ സക്കീനയുടെ പ്രതികരണം, ആ കുട്ടി നടത്തിയ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനെ വരെ ഭയങ്കര തകർക്കണ രീതിയിലായിരുന്നു. തന്നെ രക്ഷിക്കേണ്ടവർ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ജീവൻ
ആക്കാനും ഹെൽപ്പ് ചെയ്യാനും വരുന്ന ആൾക്കാർ അവളെ ഈ ഒരു അവസ്ഥയിൽ, അവൾ 16 ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ടായിരുന്നുള്ളൂ, അവളെ ഈ ഒരു അവസ്ഥയിലാക്കിയതിൻ്റെ ഒരു നടുക്കത്തിലാണ് നമ്മുടെ ഈ ഒരു കഥ എൻഡ് ചെയ്യുന്നത്. റീഡേഴ്സിന് ഓപ്പൺ ഇറ്റ് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ അവർക്ക് ആ ഒരു പാകിസ്ഥാൻ ഇന്ത്യ പാർട്ടീഷൻ്റെ സമയത്തുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ കവോസൊക്കെ അതേപോലെ അങ്ങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പ്രധാനമായിട്ടും വരണ കുറച്ച് തീംസ് ഉണ്ട്. ഒന്നാമത്തേത് പറയുന്നത് നമുക്ക് ബ്രൂട്ടാലിറ്റി ഓഫ് പാർട്ടീഷൻ എന്ന് പറയാം. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ആ പാർട്ടീഷൻ സമയത്ത് ആ രണ്ട് സൈഡിലുണ്ടായിട്ടുള്ള ആൾക്കാരും അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ, അവരെത്രത്തോളം ബ്രൂട്ടലി അവരുടെ ലൈഫ് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള വയലൻസ് എന്ന് പറയുന്നത് എനിമീസ് തമ്മിൽ മാത്രമല്ല, ഈ വൾനറബിളായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യന്മാരെ വരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ലോസ് ഓഫ് ഹ്യൂമാനിറ്റി പറയുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ വോളണ്ടിയേഴ്സ്മാർ അവരെന്ത് ചെയ്യണം, രക്ഷിക്കണം എന്നുള്ളതിനാണ്, അവരുടെ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റാണ് നമ്മൾ രക്ഷിക്കണം എന്നുള്ളത്. ആ ഒരു രക്ഷിക്കുന്നതിന് പകരം അവളെന്താണ് ചെയ്യുന്നത്, ഉപദ്രവിക്കുകയാണ്, ബ്രൂട്ടലി റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു തീമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ റിഫ്ലെക്സ് ഓഫ് ട്രോമ എന്ന് പറയുന്നുണ്ട്. അതായത് സക്കീനെ ഡോക്ടർ ഓപ്പൺ ഇറ്റ് എന്നുള്ളൊരു ഇത് പറയുമ്പോഴത്തേനും സക്കീന എന്താണ് പെട്ടെന്ന് റിഫ്ലെക്സ് ആക്ഷൻ മനസ്സിലാക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള അബ്യൂസസ് അനുഭവിച്ചതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യാണ്, ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾ ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ പെട്ടെന്ന് അതാണ് അവളിൽ നിന്ന് വന്നത്. റിഫ്ലെക്സ് ഓഫ് ട്രോമ എന്നുള്ളൊരു തീം അവിടെ വരുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സ്റ്റിങ്ങിങ് റിയലിസം ഓഫ് ദി ജെൻഡേർഡ് വയലൻസ് എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽസിനെ വുമൺ ഒരു വോർ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ വിഭജന സമയത്തൊക്കെ കലാപങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഫീമെയിൽ ബോഡി പോലും എന്താണ് ഒരു യുദ്ധക്കളമാക്കിയിട്ടാണ് ആരും തന്നെ അവിടെയുള്ള ആൾക്കാർ എല്ലാവരും കൂടി അത്തരത്തിലാണ് അബ്യൂസീവായിട്ട് ചെയ്യുന്നത്. ജെൻഡേർഡായിട്ട് വയലൻസ് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ അവരെ പോലും എന്ത് ചെയ്യാണ്, യുദ്ധക്കളാക്കുകയാണ് അവരുടെ ബോഡി എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് സക്കീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ആ ഫീമെയിൽ ക്യാരക്ടർ ഈ ഒരു സ്റ്റോറിയിലുടനീളം എന്താണ്, സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോൾട്ടേൺസിൻ്റെ വോയിസസ് ഒക്കെ സൈലൻ്റ് ആണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വിമന് വോയിസസ് ഇല്ല. അവർ ഈ ഒരു പാർട്ടീഷൻ സമയത്തൊക്കെ അവർ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഒക്കെ അവർ കുറേ ബ്രൂട്ടാലിറ്റി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ സിംബോളിസം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സക്കീനയുടെ ദുപ്പട്ട. അതായത് ഇവിടെ ആ ദുപ്പട്ട നഷ്ടപ്പെടുന്നത് അവളുടെ സ്റ്റാറ്റസിനെയും അത് പ്രൊട്ടക്ഷനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി പറയുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെയാണ്. സോ താങ്ക് യു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബൈ ആൻഡ് സീ യു അഗെയിൻ.